Dear students, welcome to Tech Talks. ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് മോഡ്യൂളിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. പാർട്ട് കെ എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ ഡിക്ലെയർ ആൻഡ് ഇനിഷ്യലൈസ് എ സിംഗിൾ ഡയമെൻഷൻ അറേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേ ഡിക്ലെയർ ചെയ്യുന്ന രീതി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: How can a list of strings can be stored within a two-dimensional array? How can the individual strings be processed? What library functions are available to simplify string processing? അത് നമ്മൾ പഠിച്ചതാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 2-dimensional array എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അതിലെങ്ങനെയാണ് സ്ട്രിങ് സ്റ്റോർ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കിയേ. ക്യാരക്ടർ ടൈപ്പ്, അറേ നെയിം, നെയിംസ്, 2-dimensional array ആണ്. റോ സൈസ് 5, കോളം സൈസ് 20. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ക്യാൻ സ്റ്റോർസ് 5 strings ആൻഡ് ഈ സ്ട്രിങ് ക്യാൻ കണ്ടെയ്ൻ 19 characters പ്ലസ് എ നൾ ക്യാരക്ടർ. നമുക്കറിയാം, ഒരു സ്ട്രിങ്ങിൽ ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് /0 ആയിരിക്കും, അതായത് നൾ ക്യാരക്ടർ ഓർ നൾ ടെർമിനേറ്റർ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 2-dimensional array. ദെൻ അത് പ്രോസസ് ചെയ്യുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട്, നോക്കുക. ദെൻ കോമൺ ലൈബ്രറി ഫങ്ഷൻസ് റിലേറ്റഡ് വിത്ത് സ്ട്രിങ്. string.h ആ ഒരു ഹെഡർ ഫയലിലാണ് സ്ട്രിങ് റിലേറ്റഡ് ഫങ്ഷൻസ് വരിക. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിച്ചത് തന്നെയാണ്. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്ട്രിങ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രിങ് കമ്പയർ ചെയ്യാൻ, കൺകാറ്റിനേറ്റ് ചെയ്യാൻ, ക്യാരക്ടർ ലൊക്കേറ്റ് ചെയ്യാൻ, ഫൈൻഡ് എ സബ് സ്ട്രിങ് വിത്തിൻ എ സ്ട്രിങ്. ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി നോക്കുക. ദെൻ പാർട്ട് ബി, അവിടെ പ്രോഗ്രാംസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സി പ്രോഗ്രാം ടു റിവേഴ്സ് ദ കണ്ടന്റ് ഓഫ് ആൻ അറേ വിത്തൗട്ട് യൂസിങ് അനദർ അറേ. മറ്റൊരു അറേ യൂസ് ചെയ്യാതെ ഒരു അറേയിലെ കണ്ടന്റ് റിവേഴ്സ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് അറേ കണ്ടന്റ് റിവേഴ്സ് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂളിലെ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിം പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പ്രോഗ്രാം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും റിവേഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പിനകത്ത് സ്വാപ്പ് ചെയ്യാണ്. എൻ്റെ ലോജിക്ക് ഇതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ അറേ ഓഫ് ഐ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് മാറ്റി. ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ എന്ത് വരണം? റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്? ലാസ്റ്റ് ക്യാരക്ടർ വരണം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു: അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് n-1 - i. ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് മാറുന്നതനുസരിച്ച് ആ റിവേഴ്സ് ചെയ്യുന്ന ഓർഡർ മാറും. അതിനുശേഷം നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിരുന്ന ഫസ്റ്റ് ക്യാരക്ടർ ടെമ്പററി വേരിയബിളിലായിരുന്നല്ലോ, അതെങ്ങോട്ട് മാറ്റണം? ലാസ്റ്റ് പൊസിഷനിലോട്ട് മാറ്റണം. അതിങ്ങനെ കൊടുത്തു: അറേ ഓഫ് n-1 - i. ലാസ്റ്റ് ലൊക്കേഷനിലായിട്ട് ടെമ്പററി വേരിയബിളിൻ്റെ കണ്ടന്റ് മൂവ് ചെയ്യിച്ചു. ഫസ്റ്റ് പൊസിഷനിലുള്ള ക്യാരക്ടർ ലാസ്റ്റ് പൊസിഷനിലോട്ട് മാറി. ലാസ്റ്റ് പൊസിഷനിലുള്ള ക്യാരക്ടർ ഫസ്റ്റ് പൊസിഷനിലോട്ടും കൊണ്ടുപോകും. ഇനി സെക്കൻഡ് ക്യാരക്ടറോ സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടറോ ആയിട്ട് സ്വാപ്പ് ചെയ്യണം. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഐ മാറുന്നതനുസരിച്ച് ഇൻഡെക്സ് പൊസിഷൻ ചേഞ്ച് വരും. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. ഇനി സ്വാപ്പ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡായിട്ട് പ്രിന്റ് ചെയ്യണമല്ലോ. ഫസ്റ്റ് ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടർ, അപ് ടു ലാസ്റ്റ് ക്യാരക്ടർ. റിവേഴ്സ് ചെയ്ത കണ്ടന്റ് ഒരു സെയിം അറേയിൽ തന്നെയാണ് ഉണ്ടാവുക. അത് പ്രിന്റ് ചെയ്യുന്നു. ഇത് ഓൾറെഡി പഠിച്ചതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവൻ എ ലിസ്റ്റ് ഓഫ് സിറ്റീസ്, their literacy level and the population. Write a program to print the list of cities sorted lexicographically. Lexicographically means ഡിക്ഷണറിയിൽ നമ്മൾ വേർഡ്സ് വരുന്ന ഓർഡർ ഉണ്ടല്ലോ, ഡിക്ഷണറി ഫോളോ ചെയ്യുന്ന ഓർഡർ, ആ ഒരു രീതിയിൽ സോർട്ട് ചെയ്യാൻ, ബേസിക്കലി സോർട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അസ്യൂം ഡ്യൂപ്ലിക്കേഷൻ ഇൻ സിറ്റി നെയിംസ്. സിറ്റി നെയിംസിൽ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാം.
സെയിം നെയിംസ് വരുന്ന സിറ്റീസ് ഉണ്ടാകാം. ആ ഒരു സമയത്ത് ബ്രേക്ക് ദ ടൈസ് വിത്ത് ദ വാല്യൂ ഓഫ് ലിറ്ററസി ലെവൽ ആൻഡ് ദെൻ പോപ്പുലേഷൻ. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ലോജിക്ക് ഇതാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എത്ര സിറ്റിയുടെ ഡേറ്റ കളക്ട് ചെയ്യണം? n നമ്പർ ഓഫ് സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം സിറ്റി നെയിം, ലിറ്ററസി ലെവൽ ആൻഡ് പോപ്പുലേഷൻ. സെയിം സിറ്റി നെയിം ഉള്ള മൾട്ടിപ്പിൾ എൻട്രീസ് വരാം, ഡ്യൂപ്ലിക്കേറ്റ്സ് വരാം. ദെൻ ഇതിനെ സോർട്ട് ചെയ്യണം. നിങ്ങൾ ബബിൾ സോർട്ട് പഠിച്ചിട്ടുണ്ട്. സോർട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട രീതി ഇതാണ്. ഫസ്റ്റ് സിറ്റി നെയിം ലെക്സിക്കോഗ്രാഫിക്കലി സോർട്ട് ചെയ്യുക. സ്ട്രിംഗ് കമ്പാരിസൺ ഫംഗ്ഷൻ ഉണ്ട്, strcmp. strcmp ഫംഗ്ഷൻ വെച്ച് സ്ട്രിങ്സ് നമുക്ക് കമ്പയർ ചെയ്യാം. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ളത്, ഇഫ് ദ നെയിം ഈസ് ഡ്യൂപ്ലിക്കേറ്റഡ്, നെയിം സെയിം ആണെന്നുണ്ടെങ്കിൽ സോർട്ട് ബൈ ലിറ്ററസി ലെവൽ. ഹയസ്റ്റ് ആദ്യം വരണം, ഹയർ ഫസ്റ്റ്. ഇനി സിറ്റി നെയിം സെയിം ആണ്, ലിറ്ററസിയും സെയിം ആണെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു കണ്ടീഷൻ കൂടി കൊടുക്കാം. ഇഫ് ബോത്ത് സിറ്റി നെയിം ആൻഡ് ലിറ്ററസി ലെവൽസ് ആർ സെയിം, സോർട്ട് ബൈ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യുക, ഹയർ ഫസ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ലോജിക് എങ്കിലും കറക്റ്റായിട്ട് എഴുതുക. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതാം. പ്രോഗ്രാം 100% കറക്റ്റ് അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലോജിക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്സ് കിട്ടും. ഇനി ആ പ്രോഗ്രാം നോക്കാം. സ്ട്രിംഗ് കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ string.h ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. മൾട്ടിപ്പിൾ എൻട്രീസ് വരുന്നുണ്ടല്ലോ. സിറ്റി നെയിം, സിറ്റി ഒരു ക്യാരക്ടർ അറേ കൊടുത്തു. ദെൻ ലിറ്ററസി ഫ്ലോട്ട് ടൈപ്പ്, പോപ്പുലേഷൻ ഇൻഡീജർ ടൈപ്പ്. 3 മെമ്പേഴ്സ് ആണ് അവിടെ വരുന്നത്. ഫോർ സിറ്റി നെയിം, ലിറ്ററസി കളക്ട് ചെയ്യാം, ദെൻ പോപ്പുലേഷൻ കളക്ട് ചെയ്യാം. ദെൻ മെയിൻ ഫംഗ്ഷനിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എൻ്റെ നമ്പർ ഓഫ് സിറ്റീസ്, n നമ്പർ ഓഫ് സിറ്റീസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് അത് കളക്ട് ചെയ്തു. എൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ 3 സിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. മൾട്ടിപ്പിൾ എൻട്രി ആണല്ലോ, ഫോർ ലൂപ്പ് കൊടുത്തു. സിറ്റി നെയിം, ലിറ്ററസി ലെവൽ ആൻഡ് പോപ്പുലേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇനി ചെയ്യാനുള്ളത് സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബബിൾ സോർട്ട് യൂസ് ചെയ്യാം. ബബിൾ സോർട്ട് നിങ്ങൾ പഠിച്ചതാണ്. നെസ്റ്റഡ് ലൂപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയും കണ്ടോ, ഫോർ ലൂപ്പിനകത്ത് മറ്റൊരു ഫോർ ലൂപ്പ്. ബബിൾ സോർട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബട്ട് അതിനകത്ത് കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കണ്ടീഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്ട്രിംഗ് കമ്പയർ ചെയ്യുക. strcmp ഫംഗ്ഷൻ യൂസ് ചെയ്ത് 2 സിറ്റി നെയിംസ് കമ്പയർ ചെയ്യാണ്. അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സിറ്റി നെയിംസ് കമ്പയർ ചെയ്യുക. ഇവിടെ കണ്ടോ, ജെ എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ ആണ്. സിറ്റീസ് ഓഫ് ജെ ഡോട്ട് സിറ്റി കോമ സിറ്റീസ് j+1 നെക്സ്റ്റ് മെമ്പർ സിറ്റി നെയിം j+1 ഡോട്ട് സിറ്റി. സ്മോൾ ലെറ്റർ സിറ്റി എന്ന് പറയുന്നത് സിറ്റി നെയിം ക്യാരക്ടർ അറേ ആണ്. അപ്പോൾ 2 സിറ്റി നെയിംസ് നിങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് സിറ്റി നെയിംസ് കമ്പയർ ചെയ്യുകയാണ്. strcmp ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക അതുകൂടി പറയാം. സ്ട്രിങ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, സിറ്റി നെയിംസ് ഈക്വൽ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിരിക്കുമല്ലോ. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 0. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രിംഗ് 2, കമ്പയർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിരിക്കും കമ്പയർ ചെയ്യുക. ഇഫ് ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ ഇൻ സ്ട്രിംഗ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രിംഗ് 2, 2 സ്ട്രിങ്സ് തമ്മിലാണല്ലോ കമ്പയർ ചെയ്യുക. നോൺ മാച്ചിങ് ക്യാരക്ടർ വന്നു ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്ട്രിംഗ് 2, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ലെക്സിക്കോഗ്രാഫിക്കൽ നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ അതിനെ സോർട്ട് ചെയ്യണം. എനിവേ നമ്മുടെ പ്രോഗ്രാമിൽ സ്ട്രിംഗ് കമ്പയർ ചെയ്യുന്നു, strcmp ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്നു, ദെൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ CMPയിൽ സ്റ്റോർ ചെയ്യും. സിറ്റി നെയിംസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ CMPയുടെ വാല്യൂ 0 ആയിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സോർട്ട് ചെയ്യണം. ഇനി കണ്ടീഷൻ കൊടുക്കാം. ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, സിറ്റിയിൽ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ലെക്സിക്കോഗ്രാഫിക്കലി അത് സോർട്ട് ചെയ്യുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സോർട്ട് ചെയ്യണം. ഇനി ഈക്വൽ ആണെന്നുണ്ടെങ്കിലോ, സിറ്റി നെയിംസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലോജിക്കൽ ഓർ സെക്കൻഡ് കണ്ടീഷൻ. വാട്ട്സ് ദ സെക്കൻഡ് കണ്ടീഷൻ? കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ ആണ്, CMP ഈക്വൽ ടു 0 ആൻഡ് ലിറ്ററസി ആണ് ചെക്ക് ചെയ്യാനുള്ളത്. ലിറ്ററസി ബേസിൽ ഇനി സോർട്ട് ചെയ്യണം. ലിറ്ററസി ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിലും സോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് കണ്ടീഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സിറ്റീസ് ഇൻഡെക്സ് J ഡോട്ട് ലിറ്ററസി ഗ്രേറ്റർ ദാൻ അഡ്ജസൻറ്റ് മെമ്പർ സിറ്റീസ് J+1 ഡോട്ട് ലിറ്ററസി. അങ്ങനെ വന്നു കഴിഞ്ഞാലും സോർട്ട് ചെയ്യണം. ഓർ അടുത്ത കണ്ടീഷൻ എന്താണ്? സിറ്റി നെയിംസ് ഈക്വൽ ആണ്, CMP ഈക്വൽ ടു 0, ലിറ്ററസിയും ഈക്വൽ ആണ്, ലോജിക്കൽ ആൻഡ് ലിറ്ററസി ഈക്വൽ, ആൻഡ് ഇനി ചെക്ക് ചെയ്യേണ്ടത് നെയിമും ഈക്വൽ ആണ്, ലിറ്ററസിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ബേസിൽ വേണം അത് സോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇങ്ങനെ കൊടുത്തു, സിറ്റീസ് ഓഫ് J ഡോട്ട് പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ സിറ്റീസ് J+1 ഡോട്ട് പോപ്പുലേഷൻ. അപ്പോൾ 3 രീതിയിലാണ് ഇത് സോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ലോജിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നെയിം ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യണം. ഇനി നെയിം ഈക്വൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിറ്ററസിയുടെ ബേസിൽ സോർട്ട് ചെയ്യണം. ഇനി നെയിം ആൻഡ് ലിറ്ററസിയും സെയിം ആണെന്നുണ്ടെങ്കിലോ പോപ്പുലേഷൻ ബേസിൽ അത് സോർട്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഈ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ബബിൾ സോർട്ട് ലോജിക്കാണ്. സോർട്ട് ചെയ്യുന്നു, ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്താൽ മതി? അത് പ്രിന്റ് ചെയ്താൽ മതി. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ബബിൾ സോർട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ബബിൾ സോർട്ട് എന്തായാലും പഠിക്കണം. ബബിൾ സോർട്ട് പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒന്ന് നോക്കി വെക്കുക, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, ബട്ട് ബബിൾ സോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. 1-2 തവണ അത് പഠിക്കുക, ആ ലോജിക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആ ഒരു ലോജിക്ക് വീണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എ C program to rotate elements of an array to the right by n steps. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റീഇൻസേർട്ട് റൈറ്റ് മോസ്റ്റ് എലമെന്റ് അറ്റ് ദ ലെഫ്റ്റ്. ഒരു അറേ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക മീൻസ് ലാസ്റ്റ് വരുന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കൊണ്ടുവരിക, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു ഫിഗർ നോക്കി, ലാസ്റ്റ് ക്യാരക്ടർ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം തന്നെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വരിക. ഇതുപോലെ n ടൈംസ് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ n സ്റ്റെപ്സ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആദ്യമേ എഴുതി, ഞാൻ ആദ്യമേ ഡിഫൈൻ ചെയ്യൂ. നോക്കി, റൊട്ടേറ്റ് റൈറ്റ് എന്നാണ് ഫംഗ്ഷൻ നെയിം. പാരാമീറ്റേഴ്സ് നോക്കുക, അറേ സൈസ്, ദെൻ സ്റ്റെപ്സ്, എത്ര ടൈംസ് റൊട്ടേറ്റ് ചെയ്യാം, അതാണ് സ്റ്റെപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഇപ്പം നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പെർഫോം റൊട്ടേഷൻ സ്റ്റെപ്സ് ടൈംസ്, എത്ര സ്റ്റെപ്സ് അത് റൊട്ടേറ്റ് ചെയ്യണം. അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ലാസ്റ്റ് ക്യാരക്ടർ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ലാസ്റ്റ് ക്യാരക്ടർ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം മാത്രം ബാക്കിയുള്ള എലമെന്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. കണ്ടോ, ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാ എലമെന്റ്സിനെയും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് ലാസ്റ്റ് എലമെന്റ് അറ്റ് ദ ഫ്രണ്ട്. നമ്മൾ ആദ്യം മൂവ് ചെയ്യിച്ച എലമെന്റ് ഉണ്ടല്ലോ ഇൻ ടെമ്പററി വേരിയബിൾ, അത് ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവന്നു. array of 0 equal to 10. സോ ഈ ഒരു ഫോർ ലൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫോർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു ഫോർ ലൂപ്പ് കൂടിയാണ്. എത്ര സ്റ്റെപ്സ് ഉണ്ടോ അത്രയും ടൈംസ് റൊട്ടേറ്റ് ചെയ്യണ്ടേ. n സ്റ്റെപ്സ് വന്നു കഴിഞ്ഞാൽ n ടൈംസ് റൊട്ടേറ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫോർ ലൂപ്പ് ഇതാണ്. പ്രൈമറി ലൂപ്പ്, ഇറ്റ് പെർഫോം നമ്പർ ഓഫ് റൊട്ടേഷൻസ്. ഓക്കെ, മെയിൻ ഫംഗ്ഷനകത്ത് ഫസ്റ്റ് ഒരു അറേ കളക്ട് ചെയ്തു, 1 by 1 ആയിട്ട് കണക്ട് ചെയ്തു.
എത്ര ടൈംസ് റൊട്ടേറ്റ് ചെയ്യണം അത് കളക്ട് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫൈനലി അത് പ്രിന്റ് ചെയ്യുന്നു. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ പ്രിന്റ് ചെയ്യുന്നു. Then last question, write a C program that allows the user to enter a line of text and store it in an array, then display it backward. The line length should be unspecified, terminated by pressing the enter key, but assume it will not exceed 80 characters. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടെർമിനലിൽ നിന്നുകൊണ്ട് നമ്മൾ ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യുക. n number of characters accept ചെയ്യണം. But it will not exceed 80 characters. Including null character, maximum 80 characters കൊടുക്കാനായിട്ട് പറ്റണം. മാക്സിമം കളക്ട് ചെയ്തതിന് ശേഷം അതിനെ റിവേഴ്സ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. n എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകില്ല. എപ്പോഴാണോ ഞാൻ ടെർമിനേറ്റ് ചെയ്യുന്നത്, എൻ്റർ ബട്ടൺ കൊടുക്കുന്നത്, ആ സമയത്ത് അതിനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്താൽ മതി. പ്രോഗ്രാം നോക്കാം. ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ലൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു. അവിടെ സൈസ് കൊടുത്തിരിക്കുന്ന 81 എന്നാണ്. മാക്സിമം 80 ക്യാരക്ടേഴ്സ് പ്ലസ് 1, ദാറ്റ്സ് ഫോർ നൾ ടെർമിനേറ്റർ. മാക്സിമം സൈസ് 81 കൊടുത്തു. ദെൻ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എഫ് ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. സ്പേസസ് കൂടി നമുക്ക് റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എഫ് ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അവിടെ ആർഗ്യുമെന്റ്സ് ഏത് അറയിലോട്ടാണോ നിങ്ങൾ സേവ് ചെയ്യുന്നത് അത് പോയിന്റർ ആ ഒരു ക്യാരക്ടർ അറേ കൊടുക്കുക. ആ ഒരു അഡ്രസ് അവിടെ കൊടുത്തു. ലൈൻ കോമ സൈസ് ഓഫ് ക്യാരക്ടർ, സൈസ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് സൈസ് ഓഫ് ദ ക്യാരക്ടർ അറേ ലൈൻ കോമ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് stdin. എഫ് ഗെറ്റ്സ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. അത് അതേപോലെ കൊടുത്തു. In order to read characters including spaces. അതിനുശേഷം ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിനാണ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് ക്യാരക്ടർ തൊട്ടല്ലേ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത്. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. strlen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാണ്. ഒരു ഫോർ ലൂപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മാത്രം മതി. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. ആദ്യം പ്രിന്റ് ചെയ്യാനുള്ളത് ലാസ്റ്റ് ക്യാരക്ടർ ആയിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു. ഫോർ i = 0 എന്നല്ല, ലാസ്റ്റ് ക്യാരക്ടർ ആണ് വരേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ. സോ ഇങ്ങനെ കൊടുത്തു ലെങ്ത് -1. കാര്യം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നല്ലേ, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ക്യാരക്ടർ ലെങ്ത് -1 ആയിരിക്കും. സോ i = ലെങ്ത് -1. ദെൻ i > 0 അപ് ടു ഫസ്റ്റ് ക്യാരക്ടർ വരെ പ്രിന്റ് ചെയ്യണം. 0 വരുന്നത് വരെ പ്രിന്റ് ചെയ്യണം. ഇൻഡെക്സ് പൊസിഷൻ 0 വരുന്നത് വരെ പ്രിന്റ് ചെയ്യണം. i-. ദെൻ പ്രിന്റ് ചെയ്യുക. പുട്ട് ക്യാരക്ടർ ബൈ ക്യാരക്ടർ പ്രിന്റ് ചെയ്യുക. പുട്ട് ഇൻഡെക്സ് പൊസിഷൻ ലൈൻ ഓഫ് i. അത് പ്രിന്റ് ചെയ്തു. ലാസ്റ്റ് ഒരു ന്യൂ ലൈൻ കൂടി പ്രിന്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺസ് ചെയ്യും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. മാക്സിമം 80 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാം. ദെൻ പ്രസ് എൻ്റർ അടിച്ച ഉടനെ ലാസ്റ്റ് ക്യാരക്ടർ തൊട്ട് പ്രിന്റ് ചെയ്യും. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യും. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് മോഡ്യൂളിന് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ബേസിക് പ്രോഗ്രാംസ് പഠിച്ചു വെക്കണം. ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അറേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ബേസിക് പ്രോഗ്രാംസ് പഠിച്ചു വെക്കുക. അതറിയാമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിനെ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. പ്രോഗ്രാം 100% കറക്റ്റ് അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലോജിക്ക് ആദ്യം ഒന്ന് എഴുതുക. ലോജിക്കിന് മാർക്ക് കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലോജിക്ക് എഴുതുക, ദെൻ പ്രോഗ്രാം എഴുതുക. ഓക്കെ.